ഗൈസ്, ഒരു കെട്ടടി വിത്ത് മേലോ. അപ്പോൾ ഓടിപ്പോയിട്ട് ഫേസ് കഴുകിയിട്ട് വരാം. ഫേസ് അങ്ങനെ ഞാൻ ഫേസൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സാട്ടോ ഞാനിന്നിടുന്നത്. ഇനി നമുക്ക് റെഡി ആവാവേ. ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കണേ. ഇത് ജോവിസ് ഹെർബലിൻ്റെ ഷിയ ബട്ടർ മോയ്സ്ചറൈസറാണ്. അതിനുശേഷം എന്താ ഫോക്സ് ടെയിൽ സൺസ്ക്രീൻ ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കണേ. ഈ സൺസ്ക്രീൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡ് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ടാട്ടോ അത് ഫില്ല് ചെയ്ത് കൊടുക്കണേ. ഈ ഐബ്രോ പെൻസിലിന് അതേപോലെ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബ്രഷ് വരുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ഐബ്രോസൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ കുറച്ച് ഐ ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കൈ വെച്ചിട്ടാണ് എന്നത്, നമ്മുടെ കയ്യിൽ ബ്രഷൊന്നും ഇല്ലാത്തതുകൊണ്ട് തട്ടിക്കൂട്ടിയിട്ട് അങ്ങനെ ഐ ഷെയ്ഡ് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐലൈനർ ഉപയോഗിച്ചിട്ട് കണ്ണ് എഴുതി കൊടുക്കാം. ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനർ ആട്ടോ യൂസ് ആക്കണേ. ആദ്യം തന്നെ വിങ്സ് ഇട്ട് കൊടുക്കാം. എനിക്കാണെങ്കിൽ ഫോൺ നോക്കിയിട്ട് കണ്ണെഴുതാൻ പറ്റുന്നുണ്ടായില്ല, എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടേ. അവസാനം ഞാൻ കണ്ണാടി നോക്കി കണ്ണെഴുതി വന്നു കേട്ടോ. കുഴപ്പമില്ലാതെ തോന്നുന്നു. ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കൺമഷി ഉപയോഗിച്ചിട്ട് കണ്ണിൻ്റെ അടിയിൽ എഴുതി കൊടുക്കാം. ഞാൻ ഐടെക്സിൻ്റെ കൺമഷി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എഴുതണേ. ഇതാകുമ്പോൾ അങ്ങനെ പരക്കില്ല, പിന്നെ നല്ല ഡാർക്കാണ്. ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് അല്ലേ. ബാക്കി പരന്നൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ഡാസ്ലറിൻ്റെ തന്നെ ഒരു മസ്കാര യൂസ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐലാഷസൊക്കെ അടിയിലും മുകളിലുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണ്ടേ. അപ്പോഴേക്കൊക്കെ പണി കിട്ടി ഗൈസ്. കറണ്ട് പോയി, സാരല്ല, നമ്മളതിലും തളരില്ല. ഇനി ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏതോ ഒരു ഡാർക്ക് ഷെയ്ഡ് ലിപ്പ് ലൈനറാണ് ആകെ എൻ്റെ കയ്യിലുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ബ്ലഷ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഒന്നും ചെറുതായിട്ടാക്കിയിട്ട് ഒരു മോയ്സ്ചറൈസർ വെച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ബ്ലഷ് പോലെ ആക്കാറ് കേട്ടോ. അധികമൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ 2 ചീക്കിലും മൂക്കിൻ്റെ ഒരു തുമ്പത്തൊക്കെ ഇങ്ങനെ ലേശം അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും സെറ്റായി. ഞാൻ ഒരു പൊട്ട് വെച്ച് കൊടുക്കണ്ടേ. ഒരു റെഡ് കളർ പൊട്ടാട്ടോ ഞാൻ ചൂസ് ചെയ്തേക്കണേ. കൊള്ളാമല്ലേ. പിന്നെ ഈ ലുക്കൊന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലാക്മേയുടെ ഒരു ലിപ്സ്റ്റിക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ മുടിയൊക്കെ അയച്ച് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്, ലിപ് ഗ്ലോസ് ഇടാൻ മറന്നുപോയി. എനിക്കാണെങ്കിൽ ഈ മാറ്റ് ഫിനിഷിനായിട്ട് ഇഷ്ടം കുറച്ചിങ്ങനെ പ്ലംബി ആയിട്ടിരിക്കുന്നത് കാണാനാണ്. അപ്പോൾ ഞാൻ കുറച്ച് ലിപ് ഗ്ലോസും കൂടി ഇട്ട് കൊടുക്കണ്ടേ. എനിക്കെന്തോ അതിട്ടിട്ട് കാണാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു. ഇപ്പം നമ്മുടെ ലുക്ക് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. പിന്നെ എൻ്റെ ബ്ലൗസ് ചുളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ മൈൻഡ് ആക്കേണ്ട ഗൈസ്. ഞാൻ പിന്നെ റീൽസ് എടുക്കാനായിട്ടാണ് ഇപ്പോൾ റെഡി ആവണേ. പിന്നെ ധാവണിയായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോണേ. പക്ഷേ ആൾ വരുമ്പോൾ അറിയില്ലല്ലോ വെച്ചിട്ടാണ് ഞാൻ തേക്കേണ്ടിരുന്നത്. പിന്നെ ഞാൻ ഈ ഗ്രീൻ സ്റ്റോൺ വരുന്ന കൊട്ടക്കമ്മലും കൂടി ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ഇതാ ഷാളൊക്കെ എടുത്ത് വന്ന് ഞൊറിഞ്ഞ് ധാവണി പോലെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് തോന്നണമല്ലേ ഗൈസ്. കുഴപ്പമൊന്നുമില്ല അല്ലേ. ഏകദേശമൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഷാളൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ച് കറങ്ങിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. സെറ്റായിട്ടുണ്ടല്ലേ. ഞാൻ പോയിട്ടൊരു മാലയും വളയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുണ്ട് എൻ്റെ ഫൈനലൊക്കെ ഇഷ്ടമായോ? അപ്പോൾ അത്രയുള്ളൂ, ബൈ.